ഇന്റർവ്യൂ കിട്ടിയെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതിന്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എങ്ങനെ എഴുതാമെന്നും ഇന്റർവ്യൂ കിട്ടാനുള്ള ചാൻസസ് എങ്ങനെ കൂട്ടാം എന്നുള്ളതിനെ പറ്റിയിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തത്. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് യൂസ് ചെയ്ത് നമ്മൾ ആപ്ലിക്കേഷൻ വെച്ചു. ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഇന്റർവ്യൂ കോൾ ആയിരിക്കും. ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് യൂഷ്വലി ചില ഇന്റർവ്യൂസിന് അന്നത്തെ ദിവസം തന്നെ അറിയാൻ പറ്റും. ചില ദിവസം അന്ന് നമ്മുടെ ഇന്റർവ്യൂവിന്റെ ലാസ്റ്റ് നമുക്ക് ചോദിക്കാൻ പറ്റും എന്നത്തേക്ക് എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടും എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു ഡേറ്റിൽ അവർ വിളിക്കും. വിളിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇന്റർവ്യൂ കിട്ടിയോ അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്നുള്ളതിനെ പറ്റിയിട്ടോ പറയും. ഇനി ഇന്റർവ്യൂ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇന്റർവ്യൂവിന്റെ പെർഫോമൻസ് ഫീഡ്ബാക്കിനെ പറ്റിയിട്ട് ചോദിക്കണം. ഇംഗ്ലണ്ടിൽ പൊതുവെ തന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെല്ലാം തന്നെ ഫീഡ്ബാക്ക് തരാനായിട്ട് റെഡിയാണ്. കാര്യം നമ്മൾ നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു ഇന്റർവ്യൂവിന് പെർഫോമൻസ് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്നുള്ളതിനെ പറ്റിയിട്ട് അവർ ഫീഡ്ബാക്ക് തരും. അപ്പോൾ ഈ ഫീഡ്ബാക്ക് നമ്മൾ ഉറപ്പായിട്ടും നോട്ട് ചെയ്ത് എവിടെയെങ്കിലും വെച്ചേക്കണം. ലൈക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നന്നായിട്ട് ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മോശമായിരുന്നു, എന്താണ് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഇന്റർവ്യൂ ഫീഡ്ബാക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്റർവ്യൂ ഫീഡ്ബാക്ക് നമ്മൾ നോട്ട് ചെയ്യുക. അപ്പം മോശമായിരുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചില സമയത്ത് അവർ പറയുന്നത് കുറച്ചും കൂടെ ആൻസേഴ്സ് ഇൻഡെപ്ത് പോകാമായിരുന്നു, ഇല്ലെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ എക്സാമ്പിൾസ് കുറച്ചും കൂടെ തരാമായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. ചില ഇന്റർവ്യൂ പെർഫോമൻസ് ഫീഡ്ബാക്കിന് അതിൽ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ ആയിട്ട് ഫീഡ്ബാക്ക് തരും, ചിലവർ ഇൻ ജനറൽ ആയിട്ട് ഒരു ഫീഡ്ബാക്ക് തരും. വാട്ട് എവർ ഇറ്റ് ഇസ്, ഫീഡ്ബാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ച് മനസ്സിലാക്കുക. ഇൻ കേസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് വരുന്ന ഫീഡ്ബാക്ക്, ഈ പറയുന്ന ഫീഡ്ബാക്ക് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. സോ ഇനി ഇന്റർവ്യൂ കിട്ടിയെന്നാണ് നമ്മുടെ അടുത്ത് പറയുന്നതെന്നുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, നമുക്ക് ഇന്റർവ്യൂ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഇമെയിൽ ത്രൂവോ പറയും. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഇവർ കുറച്ച് ടൈം എടുക്കും ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യാനായിട്ട്. ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ സൈഡിൽ നിന്ന് ആദ്യം ചെയ്യേണ്ട പരിപാടി. ഓഫർ ലെറ്റർ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം? വൺസ് നമ്മൾ ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സ്റ്റെപ്സ് അതിനകത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ സ്റ്റെപ്സ് എല്ലാം ടിക്ക് മാർക്ക് ആക്കി ഗ്രീൻ ആകുമ്പോഴാണ് നമുക്ക് ജോലിയിലോട്ട് റിക്രൂട്ട്മെന്റ് ആയി എന്ന് പറയാനായിട്ട് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വരുള്ളൂ. അതുവരെ കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണ് നമ്മൾ ഈ അക്സെപ്റ്റ് ചെയ്യുന്നത്. കണ്ടീഷണൽ ഓഫർ ലെറ്റർ അക്സെപ്റ്റ് ചെയ്ത് ഈ പറയുന്ന എല്ലാ കണ്ടീഷൻസും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടുള്ളൂ. അത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ജോലിയിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് ഈ പറയുന്ന കണ്ടീഷൻസ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കോഴ്സോ രജിസ്ട്രേഷനോ ഒക്കെയാണ് വെച്ചിട്ടാണ് നമ്മൾ ഈ ജോബിന് കയറണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ബോഡിയുടെ അടുത്ത് നിന്നുള്ള മെയിലോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും ഫസ്റ്റ് ക്രൈറ്റീരിയ ആയിട്ട് പറയാം. നമ്മൾ പറയുന്ന ഒരു കുറച്ചും കൂടി ഒരു ലോവർ ലെവൽ ജോബ്സിനെ പറ്റിയിട്ടൊക്കെയാണ്, ഒരു 3, 4, 5 ഒക്കെയാണ്. അല്ല ഇനി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലും ഡിഫറൻസ് വരുന്നത് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ്. ഇപ്പോൾ NMCയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നേഴ്സ് ആണെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരിക്കണം. GMC രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ GMC രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അതല്ല സൈക്കോളജിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ HCPCയുടെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഇങ്ങനെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബോഡിയുടെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ക്രൈറ്റീരിയ. ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കേഴ്സ്, മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് വർക്കേഴ്സ് തുടങ്ങിയവർക്കൊന്നും തന്നെ രജിസ്ട്രേഷൻ ആവശ്യമില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ആ സ്റ്റെപ്പ് അവിടെ ഉണ്ടാവില്ല. പക്ഷേ ബാക്കിയുള്ള സ്റ്റെപ്സ് എല്ലാവർക്കും കോമൺ ആണ്. അതായത് കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് റഫറൻസ് ചെക്ക് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഇന്റർവ്യൂ ആപ്ലിക്കേഷൻ വെക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസിനകത്തിൽ അവർ ചോദിക്കുന്നുണ്ട് റഫറൻസ് വെക്കുന്നതിനെ പറ്റിയിട്ട്. കുറെ ആൾക്കാർക്കുള്ള ഡൗട്ടാണ്, റഫറൻസ് ആരെങ്കിലും വെച്ചാൽ മതിയോ അതോ പ്രൊഫഷണൽ തന്നെ ആയിരിക്കണമോ എന്നുള്ളത്. നിങ്ങളിപ്പോൾ 2025 ജോബിന് എൻ്റർ ആയി എന്ന് പറഞ്ഞിട്ട് കണ്ടീഷണൽ ഓഫർ ലെറ്റർ വരുന്നതെന്നുണ്ടെങ്കിൽ 2025 തൊട്ട് പുറകോട്ടുള്ള 3 വർഷത്തെ റെഫറൻസുകൾ പ്രോപ്പർ ആയിട്ട് ഉണ്ടായിരിക്കണം. ഇനി എന്താണ് റെഫറൻസുകൾ? കഴിഞ്ഞ 3 വർഷം നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ട് ബേസ് ചെയ്തിട്ടാണ് ഈ റെഫറൻസ് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 3 വർഷം ഞാൻ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വർക്ക് പ്ലേസിലെ ഇമെയിൽ ID ആയിരിക്കണം ഞാൻ റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക. എവിടെയാണ് ഈ റെഫറൻസ് ഇമെയിൽ ID കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവരൊരു 3 വർഷത്തേക്കുള്ള ഇമെയിൽ റെഫറൻസ് ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്. ആ വെച്ചേക്കുന്ന ഇമെയിൽ IDയിലോട്ട് ഇവർ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ റെഫറൻസ് ചെക്കിന് ഇമെയിൽ സെൻഡ് ചെയ്ത് വിടും. എന്താണ് റെഫറൻസ് ചെക്കിനകത്തിൽ ചോദിക്കുന്നത്? റെഫറൻസ് ചെക്കിനകത്തിൽ യൂഷ്വലി നമ്മൾ കുഴപ്പക്കാരായിട്ടുള്ളൊരു ആളാണോ, സിക്ക് ലീവ് എന്തോരം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കൺവിക്ഷൻസ് ഉണ്ടോ, നമുക്കെതിരായിട്ട് ക്രിമിനൽ നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ള ബേസിക് ആയിട്ടുള്ള റെഫറൻസ് ചെക്കുകളാണ് നടത്തുന്നത്. ഏതൊക്കെ ഇമെയിൽ IDയിൽ നിന്ന് റെഫറൻസ് ചെക്കുകൾ ഇനി സ്വീകരിക്കും? നമുക്ക് ഇപ്പോൾ ഒരു 3 വർഷത്തെ ഇമെയിൽ ID നമ്മൾ വർക്ക് പ്ലേസിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഒരാളുടെ പേഴ്സണൽ ഇമെയിൽ ID കൊടുത്താൽ മതിയോ? പറ്റില്ല. പേഴ്സണൽ ഇമെയിൽ ID NHSൽ റെഫറൻസ് ചെക്കിന് അക്സെപ്റ്റ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഇമെയിൽ ID ലാസ്റ്റിൽ വരുന്ന @gmail.com എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ @yahoo.com, അല്ലെങ്കിൽ @outlook.com,
പക്ഷേ ഒരു പ്രൊഫഷണൽ ഇമെയിൽ ഐ ഡി ആണെങ്കിൽ അത് അവരുടെ പ്ലേസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇമെയിൽ ഐ ഡി വരിക. ഫോർ എക്സാമ്പിൾ NHS വർക്ക് ചെയ്യുന്ന ഒരാളുടെ iമെയിൽ ഐ ഡി ആണെങ്കിൽ @nhs.net എന്നായിരിക്കും വരിക. അല്ല വേറെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ പേരോ അല്ലെങ്കിൽ ആ ഒഫീഷ്യൽ സ്ഥലത്തിന്റെ പേരോ ബേസ് ചെയ്തിട്ടായിരിക്കും ഇമെയിൽ ഐ ഡി വരിക. അങ്ങനെ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡിന്ന് മാത്രമുള്ള റെഫറൻസ് ചെക്കുകളെ ഇവർ സ്വീകരിക്കുകയുള്ളൂ. ഇനി ഇൻ കേസ് നിങ്ങൾ അബദ്ധവശാൽ ആരുടെയെങ്കിലും പേഴ്സണൽ ഇമെയിൽ ഐ ഡി ആണ് നിങ്ങൾ വെച്ചത്, നിങ്ങൾക്ക് ഇന്റർവ്യൂ കിട്ടി, ഇനി നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. പേഴ്സണൽ ഇമെയിൽ ഐ ഡി ആണെന്നുണ്ടെങ്കിൽ HR അടുത്ത് പോവും. HR വന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും, പേഴ്സണൽ ഇമെയിൽ ഐ ഡി നമ്മൾ സ്വീകരിക്കുന്നതല്ല, ആ ടൈമിലുള്ള പ്രൊഫഷണൽ ഉള്ള ഒരാളുടെ പ്രൊഫഷണൽ ഇമെയിൽ ഐ ഡി തന്നെ വേണം എന്നുള്ളത് നമ്മുടെ അടുത്ത് തരാനായിട്ട് പറയും. ആ ടൈമിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നില്ല. ഇന്റർവ്യൂ കഴിയുന്നിടം വരെ, ഇന്റർവ്യൂ കഴിഞ്ഞ് നമ്മൾ ഇന്റർവ്യൂ സെലക്റ്റഡ് ആണോ അല്ലയോ എന്ന് വരുന്നിടം വരെ ഇൻഫോം ചെയ്യുന്നതൊക്കെ മാനേജേഴ്സ് ആണ്. വൺസ് ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഫയൽ നേരെ HR അടുത്ത് പോകും. പിന്നെ HR നമ്മളുമായിട്ടാണ് കോൺടാക്ട് വരുന്നത്. അപ്പോൾ HR ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് നടത്തുന്നത് ഈ പറയുന്ന റെഫറൻസ് ചെക്കുകളാണ്. റെഫറൻസ് ചെക്കുകൾ 3 വർഷത്തെ പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. പ്രോപ്പറായിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവർ ഇനഫ് ആയിട്ടുള്ള ഡേറ്റ തരാൻ പറയും. ഇപ്പം നമ്മൾ ഒരു വർഷം കരിയർ ഗ്യാപ്പ് എടുത്തു അല്ലെങ്കിൽ കരിയർ ബ്രേക്ക് ആയിരുന്നു എടുത്തു എന്നുള്ളത് നമ്മൾ ഇന്റർവ്യൂവിലും ഡിസ്ക്ലോസ് ചെയ്തതാണ്, നമ്മൾ അല്ലാതെയും പറഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. പക്ഷെ അതല്ല, നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു വർക്ക് പ്ലേസിനകത്തുനിന്ന് ഇമെയിൽ ഐ ഡി കിട്ടുക എന്നുള്ളത് നിർബന്ധമായിട്ടും വേണ്ടതാണ്. ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡിന്ന് തന്നെ റെഫറൻസ് ചെക്കുകൾ വരണം. ഞാൻ റെഫറൻസ് ചെക്ക് കൊടുത്തിട്ടുള്ളതിനകത്തിലൊക്കെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കുകയുള്ളൂ. ഏത് നാൾ തൊട്ടിട്ട് ഏത് നാൾ വരെയാണ് വർക്ക് ചെയ്തത്, വർക്ക് പ്ലേസിൽ എപ്പോഴെങ്കിലും ഇവർ വർക്ക് ചെയ്യുന്ന സമയത്ത് കുഴപ്പം എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ, സിക്ക് ലീവ് എന്തോരം എടുത്തിട്ടുണ്ട്, എന്തെങ്കിലും കൺവിക്ഷൻസ് വന്നിട്ടുണ്ടോ, ഇങ്ങനത്തെ തുടങ്ങിയ സിമ്പിൾ കാര്യങ്ങളാണ് ഇവർ ഈ പറയുന്ന റെഫറൻസ് വിടുമ്പോഴത്തേക്ക് മാനേജേഴ്സിൻ്റെ അടുത്ത് നമ്മുടെ പഴയ വർക്ക് പ്ലേസിൽ തിരക്കുന്നത്. പക്ഷെ ആ തിരക്കുന്നത് റെഫറൻസ് കംപ്ലീറ്റ് ആവാണ്ട് നമ്മുടെ അടുത്ത പ്രോസസ്സിലോട്ട് പോകാൻ പറ്റില്ല. ഇനി റെഫറൻസിന്റെ കാര്യമല്ലാണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ഈ പറയുന്ന റിക്രൂട്ട്മെന്റിന്റെ ടൈമിൽ നോക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ റെഫറൻസ് ചെക്ക്. സെക്കൻഡ് ID ചെക്ക്. നമ്മൾ ഇവിടെ എന്ത് വിസയിലാണ് നിൽക്കുന്നത്, നമ്മുടെ ID കാർഡ്സ് എല്ലാം തന്നെ ചെക്ക് ചെയ്യും. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള വാലിഡ് വിസ ഉണ്ടോ, പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ ID ചെക്കുകൾ നടത്തും. അതിനൊക്കെ അവർ ലിങ്ക് അയച്ചു തരും. അതൊക്കെ ഭയങ്കര സിമ്പിൾ ഫോമാറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഏറ്റവും ഡിലേ വരുത്താതിരിക്കാനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഓഫർ ലെറ്റർ കിട്ടുമ്പോഴത്തേക്ക് നന്നായിട്ട് വായിച്ച് നോക്കുക. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഓഫർ ലെറ്റർ അക്സെപ്റ്റ് ചെയ്യുക. ഓഫർ ലെറ്റർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിലേ വരാനായിട്ട് ചാൻസ് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ റെഫറൻസ് ചെക്കുകളാണ്. റെഫറൻസ് ചെക്കിന്റെ സമയത്ത് നമ്മൾ വിട്ടേക്കുന്ന ആള് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ലേറ്റ് ആവുമോ ഡിലേ ആവുമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സും ഡിലേ ആവും. അതർവൈസ് അവരെല്ലാം ഇപ്പം ഇവർ അന്നത്തെ ദിവസം തന്നെ അല്ലെ അടുത്ത ദിവസങ്ങളിലായിട്ടും ഒക്കെ തന്നെ റെഫറൻസ് ചെക്ക് വിടും. റെഫറൻസ് ചെക്ക് ഉടനെ തന്നെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനും സമയം വരുന്നില്ല, അവിടെ ഒരു ഡിലേ വരുന്നില്ല. ID ചെക്കിനും അതേപോലെ തന്നെ, അതിനും മാത്രം ഡിലേ ഒന്നും ID ചെക്കിനും വരുന്നില്ല. പിന്നെ വരുന്നത് കൺവിക്ഷൻസ് ആണ്. കൺവിക്ഷൻസ് യൂഷ്വലി നമ്മൾ എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ NHS മാത്രമല്ല ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രൊഫഷൻസിലും DBS എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ DBS എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് PCCയുടെ വേറൊരു വേർഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണോ, ഏത് ടൈപ്പ് ഓഫ് കുറ്റകൃത്യമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് തുടങ്ങിയുള്ളൊരു ഡേറ്റയാണ് ഈ പറയുന്ന DBS. അപ്പോൾ ഈ DBS ചെക്ക് ചെയ്യും. DBS റെലവൻ്റ് ആയിട്ടുള്ള DBS ഉണ്ടോ എന്നുള്ളത് നോക്കും. ഇനി റെലവൻ്റ് ആയിട്ടുള്ള DBS ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന DBS അവർ തന്നെ വിട്ടോളും. അപ്പോൾ DBS വൺസ് നമ്മുടെ DBS കൈ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ടിപ്പ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് DBSൽ അപ്ഡേറ്റ് സർവീസിൽ കൊടുത്തിടാൻ പറ്റും. അതാകുമ്പോൾ വർഷം നമ്മളൊരു 13 പൗണ്ടോ എത്രയോ സംതിങ് ഒരു ചെറിയ എമൗണ്ട് ആണ്, അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാലിഡ് DBS ഇങ്ങനെ റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതർവൈസ് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ DBSന്റെ വാലിഡിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗെയിൻ ഒരു 48-50 പൗണ്ട് കൊടുത്തിട്ട് പുതിയതായിട്ട് എടുക്കണം. അപ്പം പുതിയതായിട്ട് എടുക്കുമ്പോൾ കുറച്ച് താമസവും വരും. ഈ റിന്യൂ ചെയ്യാനായിട്ട് എളുപ്പമാണ്. വൺസ് നമ്മുടെ DBS കൈ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പറയുന്ന DBS അപ്ഡേറ്റ് സർവീസിലോട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇടുക. 13 പൗണ്ട് കൊടുത്ത് എല്ലാ വർഷവും ഇങ്ങനെ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇൻ കേസ് നമുക്ക് ഇൻ ബിറ്റ്വീൻ വേറെ ജോബ് പോകണമെന്നുണ്ടെങ്കിൽ വേറെ ജോബ് മാറണമെന്നുണ്ടെങ്കിലും ഒക്കെ DBS അപ്ഡേറ്റ് സർവീസിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബെനിഫിറ്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തൊട്ട് പിന്നെയും ഓരോ ജോബിനും നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കണം. അത് ഒരു ടിപ്പായിട്ട് തന്നെ കൺസിഡർ ചെയ്തോ. നിങ്ങൾ ഓൾറെഡി ഹെൽത്ത് കെയർ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ DBSന്റെ അപ്ഡേറ്റ് സർവീസസ് സിസ്റ്റത്തിൽ നിങ്ങളുടെ DBS വാലിഡ് ആയിട്ടുള്ള DBS ഉണ്ടെങ്കിൽ NHSലെ ഈ പറയുന്ന കൺവിക്ഷൻസ് പെട്ടെന്ന് തീർന്നു കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ DBS സെൻഡ് ചെയ്ത് DBS തിരിച്ചു വരാനുള്ള ടൈം കുറച്ച് സമയം എടുക്കും. അപ്ഡേറ്റ് സർവീസിലുള്ള DBS ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ 1 or 2 days മിനിറ്റ് മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഹെൽത്ത് കെയർ പ്രൊഫഷനിലോട്ട് കയറുന്നത്, ആദ്യമായിട്ട് ഒരു DBS എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഡിലേ വരും. അതല്ല നിങ്ങളിൽ ഓൾറെഡി അപ്ഡേറ്റ് സർവീസിൽ
അപ്ഡേറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് DBS ആ ഒരു സെക്ഷൻ ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നെ വരുന്ന ഒരു സെക്ഷനാണ് ഒക്കുപേഷണൽ ഹെൽത്ത്. എന്താണ് ഒക്കുപേഷണൽ ഹെൽത്ത്? ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്ന വാക്സിൻസ് കാര്യങ്ങളൊക്കെ തന്നെ എടുക്കണമെന്നുണ്ട്. നമ്മൾ ആൾക്കാരുമായിട്ട് ഇടപെടുന്നതല്ലേ. അപ്പോൾ നമ്മുടെ വാക്സിൻസ് എല്ലാം പ്രോപ്പർ ആണോ, നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഈ പറയുന്ന ജോബിലോട്ട് പോകുമ്പോഴത്തേക്ക്. അതായത് ഇവിടെ നമ്മുടെ സേഫ്റ്റിയും പേഷ്യൻസിൻ്റെ സേഫ്റ്റിയും ഇവർ നന്നായിട്ട് എൻഷുർ ചെയ്യും. നമ്മൾ ജോലിയിൽ പ്രവേശിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഈ അസുഖം കൂടാതിരിക്കാനും പേഷ്യൻസിന് എന്തെങ്കിലും നമ്മുടെ അടുത്ത് നിന്ന് പ്രശ്നം ഉണ്ടാകാതിരിക്കാനും ഇവർ ഉറപ്പ് വരുത്തുന്ന ഒരു കാര്യമാണ് ഈ ഒക്കുപേഷണൽ ഹെൽത്തിലൂടെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് നടുവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി പെയിനോ ഉള്ള ഒരാളാണ്. ഞാൻ ഹെവി ലിഫ്റ്റിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ റിസ്ട്രെയിനിങ്ങോ പോലത്തെ ഹെവി വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജോബിന് കയറുകയാണെങ്കിൽ എൻ്റെ ഹെൽത്ത് വേഴ്സ് ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരത് ചെക്ക് ചെയ്ത് നമുക്കുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് തന്നിട്ടായിരിക്കും ഒക്കുപേഷണൽ ഹെൽത്തിൽ കയറാനായിട്ട് പറ്റുള്ളൂ. അതല്ല ചില സമയത്ത് റീഡിപ്ലോയ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായത്, അതിലോട്ട് ഞാൻ പോകുന്നില്ല. ഒക്കുപേഷണൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ചെക്കാണ്. നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നടുവേദന ഉള്ള ഒരാൾ മരുന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്, നടുവേദന കൺട്രോളിലാണെന്നുണ്ടെങ്കിൽ ആ ജോലിക്ക് പ്രവേശിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അതല്ല എന്തെങ്കിലും തരത്തിലുള്ള നമ്മുടെ അസുഖം ഭയങ്കര വേഴ്സ് ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അവരത് റീകൺസിഡർ ചെയ്തിട്ട് നമുക്ക് ജോബ് തരുള്ളൂ. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കാര്യമാണ്, നമുക്ക് അറിയാൻ പറ്റും. ഒക്കുപേഷണൽ ഹെൽത്തിൽ നമ്മൾ ഫ്രാങ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കണം, നിർബന്ധമാണ്. ഒക്കുപേഷണൽ ഹെൽത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് പിന്നീട് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ചീറ്റിംഗ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളോ വിവരങ്ങളോ നമുക്ക് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒക്കുപേഷണൽ ഹെൽത്തിൽ ക്ലിയർ ആയിട്ട് പറയാം. അപ്പോൾ അവർ അതിനനുസരിച്ചിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിലായിരിക്കും നമുക്ക് ഈ പറയുന്ന ജോബിലോട്ട് എൻറ്റർ ചെയ്യാനായിട്ടുള്ളൊരു അവസരം തരുന്നത്. അപ്പോൾ ഒക്കുപേഷണൽ ഹെൽത്ത് ആണ് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് വരുന്ന NHSന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് ഇത്രയും ചെയ്ത് വരാനായിട്ട് വളരെ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു 2 ആഴ്ചയുടെ അടുത്ത് ടൈം എടുക്കും. കാര്യം ഇവിടെ ആകെ 5 ഡേയ്സേ വർക്കിംഗ് ഉള്ളൂ. റെഫറൻസ് വിടുന്നതിൻ്റെ ഒരു താമസം, തിരിച്ച് കിട്ടുന്നതിൻ്റെ ഒരു താമസം, പിന്നെ DBS ആദ്യമായിട്ട് എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു താമസം വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് സമയം പോകുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് ഒക്കുപേഷണൽ ഹെൽത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുക, അത് ക്ലിയർ ചെയ്ത് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ചിലവരുടെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതാണ്, അപ്പോൾ റിപ്ലൈ കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 വീക്സിനുള്ളിലായിട്ട് പ്രോസസ്സിങ് കഴിയും. അതർവൈസ് ഇറ്റ് വിൽ ടേക്ക് ലൈക്ക് അറൌണ്ട് 1 to 1.5 months വരെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ടീം ആണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തീരും. അതല്ല ഇനി എവിടെയെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന ഡിലേ ആണെന്നുണ്ടെങ്കിലും ഇതിനെ അത്യാവശ്യം നന്നായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് NHSന്റെ നിങ്ങളുടെ വിസ തീരുന്നതിന് ലാസ്റ്റ് മിനിറ്റിൽ പോയിട്ട് NHSന് അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കരുത്. ഇച്ചിരി ബിഫോർ ഹാൻഡ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പ്രത്യേകിച്ച് നിങ്ങൾ ഫസ്റ്റ് ടൈം കയറുകയാണെന്നുണ്ടെങ്കിൽ. ഫസ്റ്റ് ടൈം അല്ല, നിങ്ങളുടെ ജോബ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ സാധനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ, ചെക്സ് ഒക്കെ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടും. അതല്ല നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കയറുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഈ പറയുന്ന എല്ലാ ഐറ്റംസും തീർന്നു കിട്ടാനായിട്ട്. അപ്പോൾ കുറച്ചൊരു വെൽ ഇൻ അഡ്വാൻസ് ആയിട്ട് NHS ജോബ് എപ്പോഴും നോക്കുന്നതായിരിക്കും നല്ലത്. എസ്പെഷ്യലി വിസ തീരാനായിട്ട് നിൽക്കുന്നതിന് മുന്നേ ആയിട്ട്. PSWയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിസ തീരുന്നണം വരെ വെയിറ്റ് ചെയ്യാണ്ട് കുറച്ച് നേരത്തെ തൊട്ട് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ വൺസ് റിക്രൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവർ ഇത്രയും പോർഷൻസ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് യൂഷ്വലി സ്റ്റാർട്ടിംഗ് ലെറ്റർ ഇഷ്യൂ ചെയ്യും. അതിന് മുന്നേ ആയിട്ട് ഓഫർ ലെറ്റർ, അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററും തരും. സ്റ്റാർട്ടിംഗ് ലെറ്റർ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ഒരു മിക്സ് ആയിട്ടായിരിക്കും ചിലപ്പോൾ തരുന്നത്. അപ്പോൾ ബേസിക് ആയിട്ട് അതിനകത്ത് പറയുന്നത് എന്ന് നമ്മൾ തുടങ്ങണം, എവിടെയാണ് നമ്മൾ പോകേണ്ടത്, എത്ര അവറാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് തുടങ്ങിയ ഒരു സ്റ്റാർട്ടിംഗ് ലെറ്ററും എന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതും നമ്മുടെ ലൈൻ മാനേജർ ആരാണെന്നുള്ളതും. അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററിനകത്ത് ഈ ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിന് കാര്യങ്ങളെ പറ്റിയിട്ട് ഓൾറെഡി ഉണ്ടാവും. അതേപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ലെറ്ററിൽ എന്ന് തുടങ്ങാൻ പറ്റും, നമ്മുടെ ലൈൻ മാനേജർ ആരാണ്, നമ്മുടെ വർക്കിംഗ് അവേഴ്സ് എങ്ങനെയാണ്, ഇനിയിപ്പം ഷിഫ്റ്റ് പാറ്റേൺ ആണോ, മൺഡേ ടു ഫ്രൈഡേ 9 to 5 ജോബ് ആണോ എന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തുണ്ടാവും. നമുക്കത് ഓൾറെഡി അറിയുകയും ചെയ്യായിരിക്കും. അതെല്ലാം വായിച്ചു നോക്കുക. എന്നിട്ട് മാത്രം അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ സൈൻ ഓഫ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ജോബിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഒരു ജോബ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത്. അതിലൊരു നമുക്ക് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഈസ് ഓഫ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം, റെഫറൻസ് ചെക്കുകൾ കൊടുക്കുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ട് ഒഫീഷ്യൽ ഇമെയിൽ ID തന്നെ 3 വർഷത്തത് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ ഈ പറയുന്ന സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് എടുത്ത് വെക്കുക, രജിസ്ട്രേഷൻ ആണെങ്കിൽ കംപ്ലീറ്റ് ആക്കിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കഴിയും. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്റർവ്യൂ കഴിഞ്ഞ് ഇന്റർവ്യൂ കിട്ടിയെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ടാണ്.
ഇൻ കേസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്റ്റക്ക് ആവോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡൗട്ട് വരുമോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നമ്മളെ യൂഷ്വലി കോൺടാക്ട് ചെയ്യുന്ന ഒരു HR ഉണ്ടാവും. അവരായിരിക്കും നമ്മുടെ കേസ് ഫയൽ ഡീൽ ചെയ്യുന്നത്. അവരുമായിട്ട് ഡിസ്കസ് ചെയ്താൽ മതി. ഇനി സ്പോൺസർഷിപ്പിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഓഫർ ലെറ്റർ തരുമ്പോൾ നമ്മുടെ മാനേജേഴ്സ് HR ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നമുക്ക് സ്പോൺസർഷിപ്പ് വേണമെന്ന്. കാരണം നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ ലാസ്റ്റ് ആകുമ്പോഴോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കിട്ടിയെന്ന് പറയുന്ന ഒരു കോളിലും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ നമുക്ക് സ്പോൺസർഷിപ്പ് വേണം എന്നുള്ളത്. അപ്പോൾ സ്പോൺസർഷിപ്പിൻ്റെ കാര്യങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഇത്രയും അൺകണ്ടീഷണൽ വരെ ആകുമ്പോഴാണ് എന്ത് വരുള്ളൂ, സ്പോൺസർഷിപ്പിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ചിലയിടത്ത് അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്പോൺസർഷിപ്പും അവർ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ തരും. COS ഇഷ്യൂ ചെയ്യും. വൺസ് COS കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാനുള്ളൊരു കാര്യമേ ഉള്ളൂ. വളരെ സിമ്പിളാണ് COS അപ്ലൈ ചെയ്ത് എടുക്കാനായിട്ട്. എൻ്റെ 2 ജോബിൻ്റെയും COS വിസ ആപ്ലിക്കേഷൻ ചെയ്തത് ഞാൻ തന്നെയാണ്. നമുക്ക് തന്നെ ചെയ്യാനുള്ള കാര്യമുള്ളൂ. ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. COSൻ്റെ നമ്പർ വെച്ചിട്ട് നമുക്ക് വിസ അപ്ലൈ ചെയ്യാം. വിസയ്ക്കും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജോബ് സ്റ്റാർട്ട് ചെയ്യാം. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ധാരണ കിട്ടിയെന്ന് തോന്നുന്നു NHSൻ്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത്. അതായത് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ജോബിൽ എൻറർ ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റിയിട്ട് ഏകദേശം ധാരണ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോമൻറ്റ് സെക്ഷനിൽ എഴുതിയാൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി ഇൻ കേസ് എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ കോമൻറ്റ്സ് കാണുന്ന ആർക്കെങ്കിലും ഇതിനെ പറ്റിയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ അവർക്കും വന്നിട്ട് കോമൻറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇൻ്റർവ്യൂ നോക്കിക്കൊണ്ടിരിക്കുന്നതും NHSൻ്റെ ജോബ് പ്രോസസ്സിനെ പറ്റിയിട്ട് അറിയാത്ത ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആ വീഡിയോ. അടുത്ത വീഡിയോയിൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ഹാൻഡ് ജോലിക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ട് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.